വീണ്ടും ഒരു കോമഡി സ്കിറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എല്ലാം തിരഞ്ഞെടുക്കാൻ, അഭിനേതാവിനെ തിരഞ്ഞെടുക്കാൻ, കൊമേഡിയനെ തിരഞ്ഞെടുക്കാൻ, അങ്ങനെ റിയാലിറ്റി ഷോ വഴി ഒട്ടേറെ നല്ല വ്യക്തികളെ അല്ലെങ്കിൽ നല്ല പ്രതിഭകളെ നമുക്ക് കലാകാരികളിലേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഇന്ന് ഈ വേദിയിൽ ഒരു റിയാലിറ്റി ഷോയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. സകലകലാവല്ലഭൻ എന്നാണ് ഈ റിയാലിറ്റി ഷോയുടെ പേര്. ഈ സകലകലാവല്ലഭൻ എന്ന റിയാലിറ്റി ഷോ ഉദ്ഘാടനം ചെയ്യാനും ഇതിൽ ആദ്യമായി പങ്കെടുക്കാനും വേണ്ടി എത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി സ്ഥാനവും അലങ്കരിക്കുന്ന ആരാധ്യനായ ശ്രീ AK അന്തപ്പൻ സാറാണ്. അദ്ദേഹത്തെ നമുക്ക് വലിയൊരു കയ്യടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ മിസ്റ്റർ AK അന്തപ്പൻ സാർ. സാർ നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം. ഇതെന്ത് കൊടിമര വന്നു ഇത്? അയ്യോ, മൈക്കിന്റെ ഹൈറ്റിന് വെക്കണ്ടേ? അതെ, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഉണ്ടല്ലോ നല്ല അസല് ചെണ്ടകൊട്ടും മേളവും ബഹളവും ഒക്കെ കേൾക്കുന്നു ഉണ്ടായിരുന്നു. ഈ ചെണ്ടകൊട്ട് എവിടെയാ കേൾക്കുന്നത്? ചെണ്ടകൊട്ട് നമ്മുടെ ചെയ്യില്ല സാറേ കേൾക്കുന്നത്. അതല്ലേ ചോദിച്ചത്. ഇത് എവിടെയാ കൊട്ടുന്നത്? അതിങ്ങനെ ചെണ്ടപ്പുറത്തിട്ട് കൊട്ടുന്ന പരിപാടിയാ. ഇത് എവിടെ വെച്ചാണ് കൊട്ടുന്നത്? സാറേ ചെണ്ട എവിടെയെങ്കിലും വെച്ചാണ് കൊട്ടുന്നത്. അത് തോളത്ത് തൂക്കിയിടും, ഇങ്ങനെ കൊട്ടും. ഈ തലയ്ക്ക് വെളിയിലെ താളാണ് ഇവിടെ. സാർ എന്തായാലും ഇവിടെ വന്നല്ലോ. ഈ സകലകലാവല്ലഭൻ എന്നുള്ള റിയാലിറ്റി ഷോ ഉദ്ഘാടനം ചെയ്യാനായി സാർ ഇവിടെ എത്തിയ സ്ഥിതിക്ക് എനിക്കും നമ്മുടെ ഈ പ്രേക്ഷകർക്കും കുറെ ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ട്. അത് ശരി, എവിടെ ചെന്നാലും ഇപ്പൊ ചോദ്യങ്ങളാണ്. അപ്പൊ ഇയാൾക്ക് ചോദിക്കാനുണ്ടോ? സാർ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. സാർ ആദ്യമായി ജയിച്ച് കേന്ദ്രത്തിലേക്ക് ചെന്നപ്പോൾ സാറിന് എന്ത് തോന്നി? മനസ്സമാധാനം തോന്നി. അയ്യോ, എന്നെ കേരളത്തിൽ ഒരു സമാധാനം ഓടിക്കായിരുന്നു പലരും. ഇപ്പൊ ഇവിടുന്ന് കേന്ദ്രത്തിൽ ചെന്നപ്പോൾ എനിക്ക് സ്വസ്ഥം, സുഖം, ഗൃഹഭരണം. സാർ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാർ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നാണ് ചോദിച്ചത്. എന്റെ പേരിലുള്ള ആയുധങ്ങളൊക്കെ പുറത്തിറക്കി. മനസ്സിലായില്ല. എന്റെ പേരെന്താണ്? സാറിന്റെ പേര് AK അന്തപ്പൻ. ഞാൻ അവിടെ ചെന്ന് AK-47 സാറിന്റെ പേരുണ്ട്. പിന്നെ AK പീരങ്കി പുറത്തിറക്കി. ഇനി AK മലപ്പുറം കത്തി പറയാൻ ഇറക്കാം. സാർ അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ മലയാളം സംസാരിച്ചാൽ മതി. പക്ഷേ ഡൽഹിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഹിന്ദി സംസാരിക്കേണ്ടത്. എനിക്ക് ഹിന്ദി അറിയാമല്ലോ. സാറിന് ഹിന്ദി അറിയാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുമാരാ നാം ക്യാ ഹെ? കുമാരൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. സാറേ തുമാരാ നാം ക്യാ ഹെ എന്ന് പറഞ്ഞാൽ സാറിന്റെ പേരെന്താണെന്നാണ്? പേരെന്ന് ചോദിച്ചു. മേരാ നാം AK അന്തപ്പൻ. ഹും ഹൈ ഹു ഹ ഹു. എന്ത് കളരിയ കരാട്ടെ എന്തെങ്കിലും? കളരിയും കരാട്ടെ ഒന്നുമല്ല, ഇത് ഗ്രാമറാണ്. നമ്മൾ ഹേ വെച്ച ഹും വയ്ക്കും, ഹും വെച്ച ഹോ വയ്ക്കും, ഹ വെച്ച. അപ്പൊ ഈ ആപ്പ് വെച്ചാലോ? ആപ്പ് വെച്ച ആരാന്ന് നോക്കരുത്, അപ്പൊ തന്നെ തിരിച്ചു വെക്കണം. ഇത് പഴയ ആളല്ല, കൊണ്ടും കൊടുത്ത് ഉറപ്പു മാറിയ AK അന്തപ്പൻ റീലോഡർ. ഹിന്ദിയിലെ സംശയങ്ങൾ തീർന്നില്ല. നമ്മൾ ഈ കാലിന് ഹിന്ദിയിൽ എന്താ സാറേ പറയുന്നത്? കാലിന് നമ്മൾ പയർ എന്നാണ് പറയുന്നത്. കാൽ മുട്ടിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്? ചെറുപയർ എന്ന് പറയും. മുട്ടിന് മുകളിലോട്ട് നമ്മൾ എന്താ പറയുന്നത്? അതിന് നമ്മൾ വൻപയർ എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കല്ലിന് നമ്മൾ ഹിന്ദിയിൽ എന്താ സാറേ പറയുന്നത്? കല്ലിന് നമ്മൾ പത്തർ എന്നാണ് പറയുന്നത്. കരിങ്കല്ലിനോ? അത്തർ എന്ന് പറയുന്നു. മൂത്രത്തി കല്ലിനോ? മൂത്രത്തി കല്ലിന് നമ്മൾ പത്തർക്ക മൂത്തർ എന്ന് പറഞ്ഞാൽ മതി. ഇതിൽ ചെറിയൊരു വ്യാകരണം കൂടിയുണ്ട്. ആണുങ്ങൾക്കാണ് മൂത്രത്തിക്ക് അല്ലെങ്കിൽ പത്തർക്ക മൂത്രം, സ്ത്രീകൾക്കാണെങ്കിൽ പത്തർക്കീ മൂത്രം നമ്മൾ പറയുന്നത്. വ്യാകരണം കൂടെ നമ്മൾ പഠിച്ചുകൊണ്ട് ചെന്ന്. സന്തോഷം സാർ. സാർ അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മുടെ ഈ സകലകലാവല്ലഭൻ എന്നുള്ള റിയാലിറ്റി ഷോ ഒന്ന് ഉദ്ഘാടനം ചെയ്യണം പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരു പെർഫോമൻസ് കാണിച്ച് ഉദ്ഘാടനം ചെയ്താലോ? അത് നന്നായിരിക്കും. പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു മിമിക്രി കാണിക്കാം. സാർ മിമിക്രി കാണിക്കോ? അസലായിട്ട് കാണിക്കും. അത് ശരി. അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ജയനെയൊക്കെ കാണിക്കും. സിനിമ നടൻ ജയൻ, ആക്ഷൻ ഹീറോ ജയൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജയന്റെ ഒരു രൂപം നമുക്ക് കാണാം സാർ പ്ലീസ്. അതെ, അത് കാണിച്ചിട്ട് ഞാൻ ഇത് ഉദ്ഘാടനം. മ്യൂസിക് വേണോ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ആക്ഷൻ കറക്റ്റ് ആണ്, ജയനെ പോലെ തന്നെ ഉണ്ട്. ഇനി ശബ്ദം വരട്ടെ. വരുന്നില്ല. എങ്ങനെ ശബ്ദം വരുന്നില്ല? ജയന്റെ സൗണ്ട് പറ. അയ്യോ, ഇത് രണ്ടും കൂടെ ചെയ്യുന്ന ജയന് നമ്മൾ സമ്മതിക്കണം കേട്ടോ. ഏതായാലും ഈ സകലകലാവല്ലഭൻ എന്ന റിയാലിറ്റി ഷോ ഇവിടെ വൈശാധികവും മൃഗീയമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം സാർ. എടാ നല്ല നല്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്മാരെ ഇങ്ങോട്ട് കയറ്റി വിട്ടോ. നല്ല പ്രതിഭകളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറ്റി വിട്ടോ. ഓ റോക്കറ്റോ? ഇതെന്ത് കോലമാണ്? ഇതെന്ത് കോലമാണ് സാറേ? മുടി വെട്ടിക്കാൻ പോയതോ? ഒരുപാട് കുറഞ്ഞു പോയോ? എടാ, ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോ കൃത്യമായിട്ട് പേര് പറഞ്ഞിരിക്കണം. ഞാൻ കൃത്യമായിട്ട് പേര് പറയാം. നിന്റെ പേരെന്താ? എന്റെ പേര് സാബു. കഴിഞ്ഞിട്ടുള്ള ബൂ. നിന്നെ വീട്ടിൽ എന്ത് വിളിക്കുമെന്നാണ് ചോദിച്ചത്? വീട്ടിൽ ഒരൊറ്റ പേര് മാത്രമുള്ളൂ സാറേ, സാബു. നിന്റെ അമ്മ നിന്നെ വീട്ടിൽ എന്താ വിളിക്കുന്നത്? അമ്മച്ചിയോ? ഏടാ ബാബുവേ, കൊരങ്ങന്റെ കൂട്ട് മോന്തിയുള്ളവനെ എവിടെ പോയി പണ്ടാണ് കിടക്കട കാലാ. ഇങ്ങനെ എന്റെ അമ്മച്ചി എന്നെ സത്യമായിട്ടും വിളിക്കണം. മനസ്സിലായി. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് പറയുന്ന കലാകാരികളാ.
കലാകാരന്മാരാ. എന്ത് കലാപര ഉള്ളത്? അതായത് എന്റെ പാരമ്പര്യ സംഗീതത്തിന്റെ നിഘണ്ടു അരച്ചു കലിക്ക കുടിച്ച മഹാൻ എന്റെ മുത്തച്ഛൻ. അത് സാറിന് അറിയാമോ? ദൈവമേ, സംഗീതത്തിന്റെ നിഘണ്ടു അരച്ചു കലക്കി കുടിച്ച മഹാനാണ് നിന്റെ മുത്തച്ഛൻ. എന്നിട്ട് ഇപ്പൊ പുള്ളി എവിടെ ഉണ്ട്? മുത്തച്ഛൻ മരിച്ചുപോയി സാർ. എങ്ങനെ മരിച്ചു? ഈ നിഘണ്ടു അരച്ചു കലക്കി കുടിച്ചപ്പോഴേ അതിന്റെ ഷാപ്ലർ പിന്നെ ഇങ്ങനെ തൊണ്ടയിൽ കുരുങ്ങി പുള്ളി അങ്ങ് മരിച്ചുപോയി. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? എന്റെ പൊന്ന് സാറേ, എന്റെ വീട്ടിൽ അയൽക്കൂട്ടം കുടുംബശ്രീകളൊക്കെ നടക്കണതേ, അവരെ കണ്ടോണ്ട് ഒരു ഗാനം നാട്ടുകാർക്ക് സാറിനും വേണ്ടിട്ട് ഞാൻ പാടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പാട്. റിയാലിറ്റി ഷോയിൽ അപ്പൊ ഞാൻ രണ്ട് വർത്താനം പറഞ്ഞു. പറയാം. പ്രിയമുള്ള കലാസ്നേഹികളെ, മഹാകവി ബാബു ആന്റണിയുടെ അമ്മയെ കണ്ണു തുറക്കയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടി തുറക്കും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാര വച്ചടർത്തിയെടുത്ത ഏതാനും വരികളാണ് ഞാൻ ഇവിടെ കീച്ചാൻ പോകുന്നത്. കീച്ചോട്ടെ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ, ശരിയിലു തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തി കോണം ഒലക്കെ കൊണ്ടോടി വാ ശാന്തേവാ, ശാന്തേവാ, ശാന്തേവാ. അടിപൊളി അടിപൊളി അടിപൊളി. നീ എന്റെ ലാസ്റ്റ് പോർഷൻ ഒന്ന് പാടിക്കേ. ലാസ്റ്റ് പോർക്കും കുഞ്ഞോ? എടാ അതിന്റെ അവസാനത്തെ ഭാഗം ഒന്ന് പാടിക്കേ. ശാന്തേവാ മദനി മദനി. കണ്ട, ഞാൻ പാടുമ്പോ മദനി വരുന്നുണ്ട്, നീ പാടുമ്പോ മദനി വരുന്നില്ല. അയ്യോ, മദനി ഒന്നും വരൂല കേട്ടോ. എന്താ? പുള്ളി നീ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടോ? അതല്ല, നീ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു. പാടി തുടങ്ങിയപ്പോ ടെമ്പോ പോയി. ടെമ്പോ പോക്കോട്ടെ സാറേ, ഞാൻ വല്ല ജങ്കാറിനും കയറി പൊക്കോളാം. ഈ ടെമ്പോയെ കയറി ഞാൻ ഛർദിക്കും ഞാൻ. എടാ അതല്ല, നീ ട്യൂൺ ചെയ്യാറുണ്ടോ? ദൈവമേ, എനിക്ക് പരിപാടിയില്ലാത്തപ്പോ എന്റെ സ്ഥിരം പരിപാടി ട്യൂൺ ചെയ്താ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്യാണിയാണോ കാദംബരിയാണോ ട്യൂൺ ചെയ്യാൻ എളുപ്പം? ഇത് രണ്ടും അല്ലേ സാറേ? പിന്നെ മടത്തറ ശാന്ത. കണ്ണ് കാണിച്ചാൽ മതി. ചേട്ടൻപിള്ളോടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അപ്പച്ചൻ്റെ തിരിച്ചു വന്നിട്ട് അനിയമ്പിള്ളോട് വന്നിട്ട് 3 സൈറ്റ് അടിയാ, ചങ്കത്തെ 3 ബട്ടൺസ് അങ്ങ് പൊട്ടിപ്പോകും. അതൊക്കെ ഓക്കെ, നിന്റെ കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം മനസ്സിലായി. നിനക്ക് അഭിനയത്തിലേക്കുള്ള പാഠം എങ്ങനെയാണ്? സാറേ ഞാൻ സത്യം പറയാലോ, എനിക്ക് ഈ സംഗീതത്തെക്കാൾ കൂടുതൽ അഭിരുചിയുള്ളത് അഭിനയത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഒരു ക്യാരക്ടർ തരാൻ പോവുകയാണ്. ഇവിടെ എനിക്ക് ക്യാരറ്റ് തരാനായിട്ട് ഞാൻ എന്നാ മൊയലിന്റെ കുഞ്ഞു വല്ലതും ക്യാരക്ടർ, ഒരു കഥാപാത്രം തരികയാണ്. അത് നീ അഭിനയിച്ച് ഫലിപ്പിക്കണം. ഞാനത് അഭിനയിക്കും. മലയാള സിനിമയിൽ ഒരു നടൻ അഭിനയിച്ചാണ്, ഞാൻ അതിന്റെ ആക്ഷൻ ഉൾപ്പെടെ കാണിക്കാൻ. കണ്ടോ സാറേ? എങ്ങനെ അഭിനയിച്ചാലും കണ്ടോ? നീ എന്തായി കാണിക്കുന്നത്? സാറെന്നെ കാണിച്ചത്? എടാ, ഇത് ലേലം എന്നുള്ള ചിത്രത്തിൽ MG സോമന്റെ ആക്ഷൻ ആണ്. ഞാനോർത്ത് മോക്കുരു പൊട്ടിക്കാൻ പാടുപെടുമായിരിക്കും. ഡയലോഗ് ശ്രദ്ധിച്ചു കേട്ടോ. നേരാ തിരുമേനി? അതെ, സത്യമായിട്ടും നേരാ. ഈ പച്ചൻ പള്ളിക്കൂടത്തെ പോയിട്ടില്ല. കണ്ടാ പറയില്ല കേട്ടോ. പാന്റ് ഉണ്ട്, ഷർട്ടുണ്ട്, ഷൂസ് ഉണ്ട്, സ്കൂളിൽ പോയിട്ടില്ലാന്ന് നിരക്ഷരനാന്നൊരു മനുഷ്യൻ പറയില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും തീറ്റ തന്ന് ഇത്ര പൊണ്ണത്തടി ആക്കിയുടെ കാല. കഴിവുമരത്തെ എന്റെ അപ്പച്ചന്റെ ജഡം കൈകളിലേക്ക് ഏറ്റു വാങ്ങിക്കുമ്പോ മുളയ്ക്കുമായിരുന്നു തിരുമേനി. ഇതേണ്ട ഇത്ര നീളമുള്ള പുഴുക്കളെ. ഈ സമയത്താണ് പുഴു എന്ന് പറയണേ. എനിക്കിത് മതി. ഏത് പുഴുവിനെയോ? അതല്ല, പുഴു എന്ന് പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് വന്ന ആ എക്സ്പ്രഷൻ. എന്റെ മുഖത്തോടെ എക്സ്പ്രസ് വരെ എന്റെ മോന്തേനെ ട്രെയിൻ പാളയമാണോ? അതല്ല, നിന്റെ മുഖത്ത് ആ പുഴു എന്ന് പറഞ്ഞപ്പോ വന്ന ആ ഭാവ വ്യത്യാസം. ആ പുഴുവിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു. പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാനോ? എടാ, ചായ കുടിക്കാൻ കാശില്ലാണ്ടിരിക്കുമ്പോ പുഴുവിന് ബൂസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. പുഴുവിന് ബൂസ്റ്റും ഹോർലിക്സും വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ പുഴു എന്നുള്ള സംഭവം ഒന്ന് എടുത്തു പറ, ഒന്ന് പുഴുത്തി പറ. പുഴുവിനെ പുകഴ്ത്തി പറഞ്ഞ അവസരം തരും. അവസരം തരും ഉറപ്പായിട്ടും. ഇന്ന് പുഴുവിന്റെ പുറം ഞാൻ മാന്തി പൊളിക്കും. ഞാൻ ഇന്ന് നേരാ തിരുമേനി. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ പുഴു. അമ്മച്ചേനെ കയറി പിടിച്ച ഡേഞ്ചർ പുഴുവിനെ ഒറ്റ വെട്ടിനുണ്ട് തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്കന്ന് 9 പുഴു. അങ്ങനെയുണ്ടാ പുഴു? വേറെ നല്ലൊരു ഡയലോഗ് തരാം. നല്ലൊരു നാടൻ കഥാപാത്രം തരിക. നാടൻ കഥാപാത്രം. നല്ല ഡയലോഗ് ഫ്ലുവന്റ് ആയിട്ട് പറയാം. ഫ്ലുവന്റ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ ഗോതണ്ടപ്പാണ് റെഡി. ഞാൻ ഏതാണ്ട് കണ്ട ഷഡ്ഡിയോ? എടാ, ഞാൻ ഗോതണ്ടപ്പാണ് റെഡി. ഇത് ഞാൻ പറയണോ? നീ പറയണം, നിനക്ക് പറയാനുള്ള ഡയലോഗ് അത്. ഞാൻ ഞാൻ വരെ കിട്ടും. ഞാൻ ഗോതണ്ടപ്പാണ് റെഡി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കോതമംഗലത്ത് പോകാൻ റെഡി. കോഴിക്കോട്ട് പോകാൻ റെഡി. അതൊന്നും വേണ്ട, വേറെ നല്ലൊരു രാജാപ്പാട്ട് കഥാപാത്രം. രാജാപ്പാട്ടാണ് ഞാൻ അപ്പൊ പറയും. കറക്റ്റ് ആയിട്ട് നീ രാജാവായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയാം. നിന്നിട്ട് മഹാറാണി മൈഥിലി മൈതാനമുറ്റത്ത് മയിലുകളോടത്ത് മയൂര നൃത്തമാടൂ. എന്റെ അമ്മച്ചിയേ, എന്നാ സാധനാണ്? എടാ, സിമ്പിൾ ആണ്. മഹാറാണി മൈഥിലി മൈതാനമുറ്റത്ത് മയിലുകളോടത്ത് മയൂര നൃത്തമാടൂ. അയ്യോ, ഞാൻ അതൊന്നും പറഞ്ഞ വേറെ എന്തെങ്കിലും ആയി. നീ പറഞ്ഞേ പറ്റൂ, പറയണം അങ്ങോട്ട്. ഞാൻ സിനിമ കറക്റ്റ് ആയിട്ട് പറയണം. ഇത് ഞാൻ പറയണം. നീ പറയണം. മഹാറാണി പൊന്നു സാറേ, ഞാനിത് പറഞ്ഞ എന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലും. അതൊന്നും വേണ്ട. നിനക്ക് വേറെ നല്ലൊരു ഡയലോഗ് ഞാൻ അഭിനയിക്കും. അങ്ങനെയാണെന്നുള്ള കഥാപാത്രം തരികയാണ്. നിന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ സാറേ, വലിയ സന്തോഷം. ഒരുപാട് നാളായിട്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു തന്നിട്ട് ഇതുവരെ നടന്നിട്ട്